Hi friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSN കോഡ് ആൻഡ് SAC കോഡ് ഇൻ GST എന്ന ടോപ്പിക്കാണ്. എന്താണ് HSN കോഡ്, അതേപോലെ തന്നെ എന്താണ് SAC കോഡ്? ഈ GSTയിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴൊക്കെ ഗുഡ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സർവീസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് കോഡുകളാണ് HSN കോഡും SAC കോഡും. നമ്മൾ എന്താണെന്ന് അത് ചെക്ക് ചെയ്യും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലൈ ആണ് GSTയിൽ ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഒരു സപ്ലൈ നടക്കുമ്പോഴാണ് ടാക്സ് ലെവി ചെയ്യുന്നത്. അപ്പം സപ്ലൈ എന്ന് പറയുന്നത് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആകാം അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആകാം. ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷനിലാണ് HSN കോഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിലാണ് SAC കോഡ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാണ്. ഇനി HSN കോഡിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അവിടെ എന്തായിരിക്കും സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരിക്കും ഉണ്ടാവുക. SAC കോഡിനെ പറ്റി പറയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം, സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിലായിരിക്കും എന്ന്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് HSN കോഡ് എന്നാണ്. HSN കോഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെക്ലേച്ചർ എന്നതാണ്. HSNൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെക്ലേച്ചർ. Second point, this system has been introduced for the systematic classification of goods. ഗുഡ്സ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് HSN കോഡ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി വേൾഡ് ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് HSN കോഡ്. 6 ഡിജിറ്റ് യൂണിഫോം കോഡ്. HSN കോഡ് എന്ന് പറയുന്നത് 6 ഡിജിറ്റ് യൂണിഫോം കോഡാണ്. ഇത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യണം. 6 ഡിജിറ്റ് യൂണിഫോം കോഡാണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 621390. ഇത് ഹാൻകർചീഫിൻ്റെ ഒരു HSN കോഡാണ്. ഹാൻകർചീഫിൻ്റെ HSN കോഡാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഓരോ പ്രോഡക്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയും ഇങ്ങനൊരു ഈ രീതിയിലുള്ള HSN കോഡ് ഉണ്ടാവും. അടുത്തായിട്ട് പറയുന്നത് ഇറ്റ് ക്ലാസിഫൈസ് 5000+ പ്രോഡക്ട്സ് ആൻഡ് ഈസ് ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ 5000-ലധികം പ്രോഡക്ട്സിനെ ഈ HSN കോഡ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ HSN കോഡ് ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് എല്ലാ കൺട്രീസിലും ഒരേ കോഡാണ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദി വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആണ് ഈ HSN കോഡ് ഡെവലപ്പ് ചെയ്തത്. അടുത്തത് നമ്മൾ പറയുന്നത് HSN കോഡിൻ്റെ സ്ട്രക്ചറാണ്. HSN കോഡിലെ 99 ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ 1244 ഹെഡിങ്സും 5224 സബ് ഹെഡിങ്സും ഉണ്ട്. ഇത് ഈച്ച് ചാപ്റ്റർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഹെഡിങ്സ്. ഈ 99 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിനെ ഹെഡിങ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡിങ്ങിനെ സബ് ഹെഡിങ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് HSN കോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിൽ ഒരു എക്സാമ്പിളോട് കൂടി ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഹാങ്കർചീഫ് തന്നെയാണ്. ഇതിൻ്റെ കോഡാണ് 621390 എന്ന് പറയുന്നത്. ഇതിൽ 62 എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്ത ചാപ്റ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ 62 എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾസ് ഓഫ് അപ്പാരൽ ആൻഡ് ക്ലോത്തിങ് ആക്സസറീസ്. അപ്പാരൽ ആൻഡ് ക്ലോത്തിങ് ആക്സസറീസ് എല്ലാം ഈ ചാപ്റ്ററിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത 2 ഡിജിറ്റായ 13 എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഹെഡിങ്ങിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ 13 എന്ന ഹെഡിങ്ങിൽ ഹാൻകർചീഫ് എന്ന പ്രോഡക്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റ് 2 ഡിജിറ്റ് 90 എന്ന് പറയുന്നത് ഹാൻകർചീഫ് മെയ്ഡ് ഓഫ് സ്പെസിഫിക് ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ്. അവർ 93 എന്ന് പറയുന്ന ഈ 2 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഹാൻകർചീഫ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ഏതാണെന്നാണ്. അപ്പം വളരെ ചുരുക്കി പറയാം, ആദ്യത്തെ 62 എന്ന് പറയുന്നത് ചാപ്റ്ററും 13 എന്ന് പറയുന്ന ഹെഡിങ്ങും 90 എന്ന് പറയുന്ന സബ് ഹെഡിങ്ങുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSN കോഡ് ഇൻ GST. എന്താണ് GSTയിൽ HSN കോഡ്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. HSN കോഡ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ഇൻ എവരി ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ടാക്സ് പെയർ. ഈ നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുമ്പോൾ സപ്ലയർ അല്ലെങ്കിൽ ടാക്സ് പെയർ ഈ HSN കോഡ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ ആ പ്രോഡക്റ്റിൻ്റെ നെയിം പറഞ്ഞിട്ടുണ്ടാകും. ആ നെയിമിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് HSN കോഡ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ HSN കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ
എല്ലാ ടാക്സ് പെയറും അല്ലെ എല്ലാ സപ്ലൈസും ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതുണ്ടോ അല്ലെ മെൻഷൻ ചെയ്യേണ്ടതുണ്ടോ, അത് ഏതൊക്കെയാണെന്നാണ്, ഏത് കാറ്റഗറീസ് ഓഫ് സപ്ലൈസ് ആണ് HSN കോഡ് മെൻഷൻ ചെയ്യേണ്ടത് ഇൻവോയ്സിൽ എന്നാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്നത്. The turnover for previous year will be considered as the basis to find out the number of HSN digits to be used. ലാസ്റ്റ് ഇയറിലെ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് എത്ര ഡിജിറ്റ് HSN കോഡ് ബില്ലിൽ മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 6 ഡിജിറ്റ് HSN കോഡാണ് ഉള്ളതെന്ന്. ആ 6 ഡിജിറ്റും മെൻഷൻ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിൽ 2 ഡിജിറ്റ് മതിയോ, അല്ലെങ്കിൽ 4 ഡിജിറ്റ് HSN കോഡ് മതിയോ? 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ചാപ്റ്റർ മാത്രം, 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ചാപ്റ്ററും ഹെഡിങ്ങും മാത്രം, 6 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ചാപ്റ്ററും ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഉണ്ടാവും. അപ്പോൾ 2 ഡിജിറ്റ് വേണോ അല്ല 4 ഡിജിറ്റ് ആണോ 6 ഡിജിറ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ടേൺ ഓവർ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ടേൺ ഓവർ എത്രയാണ് എന്ന് നോക്കാം നമുക്ക്. ഇവിടെ പറയുന്നത് ടേൺ ഓവർ അപ് ടു 1.5 crore ആണെങ്കിൽ ആ ഒരു സപ്ലയർ HSN കോഡ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ബില്ലിൽ പ്രൊഡക്റ്റിൻ്റെ നെയിം മാത്രം മതി. 1.5 crore ആണെങ്കിൽ, ക്രോർ വരെയാണ് കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ടേൺ ഓവർ എങ്കിൽ ഈ ഒരു സപ്ലയർ ബില്ലിൽ HSN കോഡ് മെൻഷൻ ചെയ്യേണ്ടതില്ല. അടുത്ത കാറ്റഗറി വരുന്നത് 1.5 crore മുതൽ 5 crore വരെയാണ് ഈ ലാസ്റ്റ് ഇയറിലെ ടോട്ടൽ ടേൺ ഓവർ എങ്കിൽ അയാൾ വെക്കുന്ന പ്രോഡക്റ്റിൻ്റെ 2 ഡിജിറ്റ് HSN കോഡ് മെൻഷൻ ചെയ്തിരിക്കണം. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് 2 ഡിജിറ്റ് ആ ചാപ്റ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ അയാളുടെ സെയിൽ മോർ ദാൻ 5 crore ആണെങ്കിൽ 4 ഡിജിറ്റ് HSN കോഡാണ് ടാക്സ് ഇൻവോയ്സിൽ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് HSN കോഡ്, എത്ര നമ്പർ HSN കോഡ് ഈ ഒരു ഇൻവോയ്സിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളത് ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റ് കാറ്റഗറി 1.5 crore വരെ HSN കോഡ് വേണ്ട ആവശ്യമില്ല ബില്ലിൽ. അതേപോലെ തന്നെ 1.5 to 5 crore വരെ 2 ഡിജിറ്റ് HSN കോഡ് മാത്രം മതി. മോർ ദാൻ 5 crore ആണ് ടോട്ടൽ ടേൺ ഓവർ എങ്കിൽ 4 ഡിജിറ്റ് HSN കോഡ് മെൻഷൻ ചെയ്തിരിക്കണം. ഇതൊരു ടാക്സ് ഇൻവോയ്സിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ കാണുന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ നെയിമാണ്. ഇവിടെ സെക്കൻഡ് കോളത്തിലാണ് ഇവിടെ പറയുന്നത് HSN കോഡ് എന്താണെന്ന്. ഇവിടെ HSN കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4 ഡിജിറ്റ് HSN കോഡാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ക്വാണ്ടിറ്റി, ടാക്സ് റേറ്റ്, ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഒരു ടാക്സ് ഇൻവോയ്സിൽ പ്രോഡക്റ്റിൻ്റെ നെയിം കഴിഞ്ഞ് നെക്സ്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ HSN കോഡ് മെൻഷൻ ചെയ്തിരിക്കണം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് HSN കോഡ് ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഇവിടെ ഗുഡ്സ് ഇമ്പോർട്ട് എക്സ്പോർട്ടോ ആണ് ഉണ്ടാകുന്നതെങ്കിൽ HSN കോഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. GST റൂൾ പ്രകാരം HSN കോഡിൽ ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെ കേസിൽ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. 8 ഡിജിറ്റ്സ് ഓഫ് HSN കോഡ് ഈസ് മാൻഡേറ്ററി ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അണ്ടർ ദി GST. എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ആണ് നടക്കുന്നതെങ്കിൽ അവിടെ 8 ഡിജിറ്റ് HSN കോഡാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞത് HSN കോഡ് എന്ന് പറയുന്നത് 6 ഡിജിറ്റ് കോഡിംഗ് സിസ്റ്റം ആണെന്നാണ്. പക്ഷേങ്കിൽ ഇമ്പോർട്ടിൻ്റെ കേസിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടിൻ്റെ കേസിൽ 2 ഡിജിറ്റ് കൂടി ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് GSTയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ഗുഡ്സിനെ ഒന്നുകൂടി ഡീപ്പായി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 ഡിജിറ്റ് കൂടി ആഡ് ചെയ്തത്. അപ്പോൾ ആ 2 ഡിജിറ്റ് ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഇഫ് ദി ഹാങ്കർചീഫ് ആർ മെയ്ഡ് ഫ്രം എ മാൻ മെയ്ഡ് ഫൈബർ ദെൻ ദി HSN കോഡ് ഈസ് 62130910. If the handkerchief are made from a silk or waste silk, then the HSN code is 62139090. ഇത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ഉണ്ടാകുമ്പോൾ HSN കോഡ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഈ ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിൻ്റെ കേസിൽ 8 ഡിജിറ്റ് HSN കോഡ് യൂസ് ചെയ്യണം എന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഹൗ ടു ഫൈൻഡ് ഔട്ട് HSN കോഡ്. എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ HSN കോഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സിബിക്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന അവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് അവിടെ ഈ ഒരു HSN കോഡ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് എന്ന് കാണുന്ന ഏരിയയിൽ നിങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ HSN കോഡ് വരും. ഈ HSN കോഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, പ്രോഡക്റ്റ് എന്താണെന്നുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് ഇവിടെ കാണാം. അപ്പോൾ HSN കോഡ് വെച്ച് നിങ്ങൾക്ക് ഈ ടാക്സ് റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കുറച്ച് ഗുഡ്സും അതിൻ്റെ HSN കോഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് റേറ്റുമാണ്. ഇത്
സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്താണ്. ഇങ്ങനെയാണ് നമ്മളവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ഗുഡ്സിൻ്റെ പേര്, HSN കോഡ്, അതിൻ്റെ ടാക്സ് റേറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ HSN കോഡിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ SAC കോഡ് എന്താണ് എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SAC കോഡ് എന്താണെന്ന് നോക്കാം. SAC സ്റ്റാൻഡ്സ് ഫോർ സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. SAC എന്ന് പറയുന്നത് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇറ്റ് ഈസ് സിമിലർ ടു HSN കോഡ്സ് ബട്ട് യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് ദി സർവീസസ്. HSN കോഡ് പോലെ തന്നെയാണ്, പക്ഷെങ്കിൽ ഈ SAC കോഡ് എന്തിനു യൂസ് ചെയ്യുന്നതാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ് ആണ്. HSN കോഡ് യൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആണ്. SAC കോഡ് യൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ് ആണ്. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സപ്ലൈ എന്ന് പറയുന്നത് ഒന്നുകിൽ സർവീസ് ആയിരിക്കും അല്ലെങ്കിൽ ഗുഡ്സ് ആയിരിക്കും. ഗുഡ്സ് ആണെങ്കിൽ HSN കോഡ് യൂസ് ചെയ്യും, സർവീസ് ആണെങ്കിൽ SAC കോഡ് യൂസ് ചെയ്യും. SAC code are the codes used to classify services for taxation purpose. SAC code list provides the code and applicable rate of GST for taxing the service. ഈ SAC കോഡ് എന്താണ്, ടാക്സ് റേറ്റ് എത്രയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു HSN കോഡിൻ്റെ അതേ രീതി തന്നെ, പക്ഷെങ്കിൽ ഇത് SAC കോഡ് സർവീസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. ഇത്രയാണ് SAC കോഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് സർവീസ് ആൻഡ് SAC കോഡ്, കുറച്ച് സർവീസും അതിൻ്റെ SAC കോഡും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ പറഞ്ഞ SAC കോഡ് 9963. ഈ ഒരു SAC കോഡിൽ വരുന്നത് ഏത് സർവീസാണെന്ന് നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ബീങ് ഫുഡ് ഓർ എനി അതർ ആർട്ടിക്കിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഓർ എനി ഡ്രിങ്ക് ബൈ ദി ഇന്ത്യൻ റെയിൽവേ ഓർ IRCTC ലിമിറ്റഡ്. IRCT ഇങ്ങനെയുള്ള ഫുഡ് ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ള ഫുഡ് സർവീസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ കോഡ് ഉപയോഗിച്ചാണ് അവർ മെൻഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ കുറേ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഈ ഒരു സ്ട്രക്ചർ SAC കോഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ ടാക്സ് റേറ്റും നമുക്ക് അവരുടെ സൈറ്റിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയാണ് SAC കോഡിനെ പറ്റിയും HSN കോഡിനെ പറ്റിയും നമുക്ക് പറയാനുള്ളത്.